ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പെരി പെരി ചിക്കൻ അൽഫാമിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. നമുക്കിത് ഓവനും ഗ്രില്ലൊന്നും ഇല്ലെങ്കിലും ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ടൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റായിട്ട് ഈ ഒരു പെരി പെരി അൽഫാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ നമുക്ക് നേരെ ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു മസാല തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂണ് മല്ലി, പൊടിക്കാത്ത മല്ലി കേട്ടോ. പിന്നെ വേണ്ടത് 1 ടീസ്പൂണ് വലിയ ജീരകം, 1 ടീസ്പൂണ് ചെറിയ ജീരകം, 1 ടീസ്പൂണ് കുരുമുളക്, ഒരു 2 പട്ട, 2 ഗ്രാമ്പൂ, 2 ഏലക്ക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബേ ലീവ്സും അതുപോലെ ഒരു 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ആദ്യം ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി, പൊടിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ നമുക്കിതൊക്കെ ഒരു ചെറിയൊരു ഫ്രൈ പാനിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. എന്നിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ അഥവാ മല്ലി മണിയില്ലെങ്കിൽ നിങ്ങൾക്ക് മല്ലിയുടെ പൗഡർ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാനിതാ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വെക്കാം. പിന്നെ നമുക്ക് മിക്സിയുടെ ഈ ഒരു അരക്കുന്ന ജാറുണ്ടല്ലോ, അതിലേക്ക് ഞാൻ ഒരു അരമുറി തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു അരമുറി സവാള, ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി. പിന്നെ ഒരു ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് അല്ലെങ്കിൽ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുത്താൽ മതി. പിന്നെ ഒരു 1/4 കപ്പ് പുതിനയിലയും ഒരു 1/2 കപ്പോളം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഗ്രീൻ കളറിലുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഞാനിതാ ചിക്കൻ നമ്മൾ അൽഫാം ഉണ്ടാക്കാനുള്ള ചിക്കൻ ഇങ്ങനെ ലെഗ് പീസാട്ടോ എടുത്തിട്ടുള്ളത്. ഇത് സ്കിന്നോട് കൂടി വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ സ്കിന്നില്ലാതെ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ചിക്കനൊക്കെ നമ്മൾ ഫ്രൈ പാനിലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഒരേ ലെവലിൽ എല്ലാ ഭാഗവും ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതിനൊന്നിങ്ങനെ ഫ്ലാറ്റാക്കി കൊടുക്കുക. ഒരു ചപ്പാത്തിയുടെ ആ ഒരു പലക വെച്ചിട്ട് ഇത് വെച്ചിട്ട് റോൾ വെച്ചിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനങ്ങനെ എല്ലാം അടിച്ചു കൊടുത്ത് വീണ്ടും നല്ല കഴുകി ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. വെള്ളം ഒട്ടും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട്. എന്നിട്ട് കത്തി വെച്ചിട്ട് നല്ല ആഴത്തിൽ ഇങ്ങനെ വരയിട്ട് കൊടുക്കുക. നമ്മൾ മസാലയൊക്കെ നല്ല പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇങ്ങനെ വരഞ്ഞിട്ട് കൊടുക്കുക. അങ്ങനെ ഞാൻ മുഴുവനും വരഞ്ഞിട്ട് കൊടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനുള്ള മസാലകൾ ഉണ്ടാക്കാനായിട്ട് ഒരു 3 ടേബിൾ സ്പൂണ് തൈര് ഞാൻ ആദ്യം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പോരാത്തതിൽ ഞാൻ കുറച്ചൊരു നല്ലൊരു കളറിന് വേണ്ടിയിട്ട് തന്നെ കാശ്മീരി ചില്ലി പൗഡർ ഒരു 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ പിന്നെ നമുക്ക് സൺഫ്ലവർ ഓയിൽ, നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒരു ടേബിൾ സ്പൂണും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ തന്നെ മതി. നിങ്ങൾക്ക് അഥവാ ഞാൻ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രം ഒരു ഡ്രോപ്പ് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. അതൊരു ചിക്കനൊക്കെ ആ ഒരു വീഡിയോയിൽ നല്ലൊരു കളറിൽ നിന്നോട്ട് വിചാരിച്ചിട്ടാണ്. ഒരു നിർബന്ധമില്ല കളർ ചേർക്കണമെന്ന്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കളറില്ലാതെ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഓരോ ചിക്കനും അതിലിട്ടിട്ട് നല്ലപോലെ ആ ഒരു മസാലയൊക്കെ ഉള്ളിലെത്തുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ മുഴുവനും ചിക്കനും നമുക്ക് നന്നായിട്ട് ആ ഒരു മസാല പിടിക്കുന്ന രീതിയിൽ കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു നമ്മളിത് മസാല പിടിച്ചിട്ട് തേച്ച് കൊടുത്തിട്ട് ഒരു കുറഞ്ഞതൊരു 3-4 മണിക്കൂറെങ്കിലും വെക്കാൻ നോക്കുക. അപ്പോൾ നമുക്കിത് കറക്റ്റ് ടേസ്റ്റ് ഇതിന് കിട്ടുള്ളൂ. അത് അധികം സമയം വെച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ നമ്മളിത് നേരെ അടച്ചിട്ട് ഫ്രിഡ്ജിലേക്കാണ് മാറ്റിയേക്കുന്നത്. ഒരു 3-4 മണിക്കൂർ എന്തായാലും വെക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതൊരു ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് ഒരു പെരി പെരിയുടെ ആ ഒരു മസാല കൂടി സോസ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് ഓയിൽ, സൺഫ്ലവർ ഓയിലാട്ടോ വെച്ചിട്ടുള്ളത്. അതിലേക്കൊരു 4 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയാണ്.
അതിലേക്ക് തന്നെ ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും അതുപോലെ ഒരു ടീസ്പൂൺ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് എരിവും പുളിയും മധുരമൊക്കെ കൂടിയിട്ടുള്ള ഒരു സോസാണിത്. ഇനി ഇതിലേക്ക് നമ്മൾ മെയിനായിട്ടുള്ള ഡ്രൈഡ് ചില്ലി, അതായത് നമ്മുടെ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാണല്ലോ നമ്മൾ സ്പൈസി ആയിട്ടുള്ളൊരു പെരി ചിക്കനാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനുള്ള ഒരു ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ചെക്ക് ചെയ്ത് നോക്കുക, പുളി കൂടുതലോ എരിവോ പുളിയോ എന്താ കൂടുതലെന്ന് വെച്ചാൽ അത് കുറവെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒരു കളറിന് വേണ്ടി ഞാനൊരു 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അതവിടെ മാറ്റി വെക്കാം. ഇതിപ്പോൾ ഞാനൊരു 5 മണിക്കൂറിന് ശേഷം കേട്ടോ നമ്മുടെ ചിക്കൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത ചിക്കനാണ്. ഇപ്പോൾ കുറച്ച് സമയം ഒന്നിങ്ങനെ പുറത്ത് വെച്ചിട്ട് നമുക്കതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് പോയിക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കൈ വെച്ചിട്ട് ഒന്നുകൂടി ഒന്നങ്ങ് മിക്സാക്കി എടുക്കുക. അടിവിലുള്ള ആ ചിക്കനൊക്കെ ഒന്ന് മേലെയാകുന്ന രീതിയിൽ നല്ലപോലെ ഒന്നുകൂടെ അങ്ങ് മിക്സാക്കി കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഇപ്പോൾ ഇതാ ഞാൻ പാന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മളിത് ഡീപ്പ് ഫ്രൈ ഒന്നല്ല ചെയ്യുന്നത്. ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതിയാവും. അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ വലിയ പാത്രമൊക്കെ ആണെങ്കിൽ കുറച്ചധികം വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ചെറിയ ഫ്രൈ പാൻ ആയതുകൊണ്ട് ഞാൻ 2 ഇട്ടിട്ടുള്ളൂ. അപ്പോൾ വേറൊരു പാനിൽ ഞാൻ അതേസമയം ഇപ്പുറത്തെ സൈഡിൽ നിന്ന് 3 ബാക്കി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളപ്പോൾ ഇത് ആദ്യത്തെ ഒരു 2 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്യുക. അതിന് ശേഷം നമുക്കത് തിരിച്ചിട്ട് കൊടുത്തിട്ടും ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒരു 2 മിനിറ്റ് ഫ്രൈ ചെയ്യുക. പിന്നെ നമ്മൾ ഫ്ലെയിം കുറച്ച് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ പുറം ഭാഗം മാത്രം അങ്ങ് ഹാർഡായി പോകും, ഉള്ളു കുക്കാകാതെ വരും. അപ്പോൾ നമുക്കിന്ന് കവർ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കാനുണ്ട്. അത് മറന്നു പോകരുത്, അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം ഇട്ടാൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് 2 സൈഡും നല്ല പോലെ ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ ഇപ്പോൾ ഏകദേശം 3/4 ഭാഗത്തോളം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. 3/4 ഏകദേശം ഫ്രൈ ആയി റെഡി ആയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് നമ്മുടെ ആ പെരിയുടെ നമ്മൾ ഇതുണ്ടാക്കി സോസ് ഉണ്ടാക്കിയല്ലോ, അതും കൂടി അതിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കുക. നല്ലപോലെ തേച്ച് കൊടുത്തിട്ട് ഒരു 1-2 മിനിറ്റും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. 2 സൈഡിലും തേച്ച് കൊടുക്കുക. അതുപോലെ എന്നിട്ട് ഒരു 1-2 മിനിറ്റും കൂടി 1-2 മിനിറ്റ് മതി. അത്രയും സമയം കൂടി ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്കിത് മാറ്റിയെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ പെരി അൽഫാം ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചൂടോടുകൂടി തന്നെ നമുക്കിത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, കുബൂസിൻ്റെ കൂടെ കഴിക്കാം, ബട്ടർ നാൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. നല്ലൊരു അടിപൊളി പെരി അൽഫാമാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു അൽഫാം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കണ്ടിട്ടുണ്ട്. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. അത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് നല്ല ചൂടുള്ള സമയത്തായിരുന്നു ഞാൻ തുറന്നു നോക്കിയത്. അപ്പോൾ ഇതാ നല്ല മയോണീസിൻ്റെ കൂടെയൊക്കെ ഹോം മെയ്ഡായിട്ട് തന്നെ ഉണ്ടാക്കിയ മയോണീസാണ്. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ കുബൂസൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്ന